welcome to a fun-filled episode of Comedy Masala. ഇന്ന് നമുക്ക് ഇവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് അമൃത ശില്പകലാ ക്ഷേത്രയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ആൻഡ് നമ്മുടെ ഷോയുടെ ആ കളർ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് താരങ്ങളെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നെൽസൺ ആൻഡ് ബിനു അടിമാലി. അപ്പൊ തുടങ്ങല്ലേ? നമുക്ക് തുടങ്ങുക. ഇന്ന് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ദേശസ്നേഹി, സ്വന്തം നാടിനോട് ഭയങ്കര അമിതമായിട്ട് സ്നേഹമുള്ള ഒരാള് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഭയങ്കര വർത്താനം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് നാട്ടിൽ പോയാലും നമ്മൾ ജനിച്ച നാടിനോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ആത്മാർത്ഥമായിരിക്കും. ഈ പുള്ളി കായംകുളത്തുള്ളൊരു പുള്ളിയാണ്. പുള്ളി എറണാകുളത്ത് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ക്ലബിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി നടക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണല്ലോ. അപ്പം നാട് വിട്ട് അമ്മാവൻ്റെ വീട് എറണാകുളം, അവിടെ പോയി നിർത്തി പുള്ളിക്ക് നാടിനോടുള്ള ആ ഭയങ്കര അടങ്ങാനാവാത്ത അഭിനിവേശം കാരണം പുള്ളി അവിടെ ഒരു കടയിട്ട്. എവിടെ? നാട്ടിലോ? എറണാകുളത്ത്. ഉള്ളിക്കച്ചവടമാണ് പുള്ളി നാടിനോടുള്ള ഇഷ്ടം കാരണം കടയ്ക്ക് പേരിട്ട് എന്നാന്നറിയണം, കായംകുളം കൊച്ചുള്ളിന്ന്. കായംകുളത്തുകാരനാണ് പുള്ളി എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഒരു ഇത് കഥ ഇങ്ങനെ കേൾക്കാറ്, അതങ്ങ് പറയാന്ന് വെച്ച്. അപ്പൊ ഈ ചിരിയോടെ ഇന്നത്തെ ഇതങ്ങ് തുടങ്ങാം. രസകരമായ ഒരു സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് വരാൻ പോവുകയാണ് ടീം കോമിക് റൈഡേഴ്സ്. പണ്ടത്തെ പോലെ എന്നെ വലിയ മൈൻഡൊന്നും ഇല്ല ഇപ്പം. അതെ, പണിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു. തൂത്തുവാരി കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഞാൻ കിടക്കുന്ന ആദ്യം തൂത്തുവാരും. അത് ഞാൻ തൂത്തുവാര്. അതെ, ഞാൻ പാട്ടൊക്കെ പാടും. ശരിക്കും? സൂപ്പറായിട്ട് പാടുവോ? കിടക്കാഴ്ചയായിട്ട് പാടി. അയ്യോ, എനിക്കൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടാ. ആണോ? ഒന്ന് പാടിക്കേ. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ. ചെമ്പകപ്പൂങ്കാട്ടിലെ പാട്ട് പാടിയപ്പോ ഇതാ ഈ മാനല്ലടാ, പിന്നെ മയില്. എടാ, ഈ കാട്ടിലെ ചെറിയ പക്ഷിയാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ ഈ കാട്ടിലെ ഏറ്റവും വലിയൊരു മൃഗമുണ്ട്. ആരാണെന്ന് അറിയാമോ? സിംഹം. അത് ഞാനാണടാ. ഞാൻ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ കാരന്മാര് എന്റെ കട പൂട്ടാൻ വേണ്ടി തന്നെയാണ് നീ ഇവിടെ നിക്കണത്. നടങ്ങില്ല ഇവിടെ. നല്ല ക്ഷീണം നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞാൻ സാധാരണ 9:30 മണിക്കാണ് ഇവിടെ ചായ അടിക്കാറുള്ളത്. പിന്നെ നീയൊക്കെ എന്തിനാ ഈ 7:30 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത്? 6 മണിക്ക് ഈ ചേച്ചി ഇങ്ങോട്ട് വരുന്ന കണ്ടു, അതാ ഞങ്ങൾ നേരത്തെ പോകുന്നത്. മാറിയും തിരിഞ്ഞായിട്ട് നിന്നുള്ള പറഞ്ഞാട്ടാ. ഡേയ്, തിരി എത്തിക്കാൻ പോയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ ചായ എടുത്തോളൂ. പറഞ്ഞ മനസ്സിലായി. ഇതിനിടയ്ക്ക് ബഹളം കാണിക്കരുത്. അണ്ണാ, തിരിയെത്തിക്കാൻ പോകുമ്പോഴേ ഭക്തിയാനം പാടുന്ന ഒരു കവി ഉണ്ടല്ലോ, നമ്മളെ കമ്മലട്ട സുരേന്ദ്രൻ. അവൻ ഇവിടെ കുറച്ച് പറ്റ് തരാൻ പൈസ തരാണ്ട്. അപ്പൊ എന്റെ കറണ്ട് മുങ്ങി അടക്കുകയാണ്. പിന്നെ ഈ തിരിയെത്തിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് 10 മതി ഇവിടെ വന്ന് ഇരിക്കും. സൂപ്പർ പാട്ടാണ്. എനിക്ക് അവനാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് പാട്ട് പാടുന്നതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നത്, എന്റെ കച്ചവടം നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റും. അറിയാമോ? പിന്നല്ലാതെ സ്റ്റുഡിയോയിൽ ബുക്ക് നോക്കാതെ പാടുന്ന ആളാണ്. അത് കഴിവ് തന്നെ പാടെന്ന് പറഞ്ഞാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ തിരി കത്തിച്ചിട്ട് ചായ തരാം. ദൈവമേ രക്ഷിക്കണേ, ഈശ്വര കാത്തുകൊള്ളണേ, ഈശ്വര ഭഗവാനേ. എന്തുവാടി ഇത്? അയ്യോ, ഞാൻ തൊഴാൻ വന്നതാണ്. എടി, ഞാൻ തിരി കത്തിക്കുമ്പോഴാണ് നീ തൊഴാൻ വന്നത്. എടി, മാറി തിരിഞ്ഞ് അങ്ങോട്ടാ പോടി. അല്ല പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ കയറി വരും. കട പൂട്ടിക്കാൻ തന്നെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ തിരി കത്തിക്കാൻ പോവേണം. കമ്പിയോട് കുത്തി കൊന്നോളെ തന്നെ. ഈ പുള്ളി തിരി കത്തിച്ചിട്ട് എപ്പോ ചായ തന്നെ? അല്ലയാ, തിരി കത്തിച്ചിട്ട് എനിക്ക് ചായയും വടയും തരും. നീ അടങ്ങുന്നു. ചായ കിട്ടിയാലും കുഴപ്പമില്ല, പിന്നെ വട കിട്ടിയാലും മതി. അതെന്ത്? വട കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പൊ നീ എന്നെ പോലെ അല്ല, സെയിം പിച്ച്. ഭഗവാനേ, ഈശ്വര, ഇന്നെങ്കിലും എന്റെ അച്ചപ്പം പൊടി പൊടിക്കണേ. അച്ചപ്പം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ബോണ്ടായും പരിപ്പോടും എല്ലാം പൊടി പിടിച്ചിരിക്കുക.
അച്ചപ്പ അല്ല എന്റെ കച്ചവടം പൊടി പൊടിക്കണെന്നാ പറഞ്ഞത്. രക്ഷിക്കണേ കച്ചവടനെ രക്ഷിക്കണേ. ആദ്യം ഈ അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. മനസ്സിലായി? ഇതോ അമ്മച്ചിയെ കണ്ട അവരാണ് എന്റെ കടയിൽ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കാൻ വന്നത്. ചാച്ചിക്ക് അമ്മച്ചിക്ക് വേണ്ടിട്ട് ഇന്ന് സ്പെഷ്യൽ പഴം പൊരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ നാത്തൂനൊക്കെ സുഖാരിക്കന്നെ. എന്തൊരു അമ്മച്ചിക്ക് വേണ്ടിട്ട് ഉഗ്രം പഴം പോരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കണം. ചായക്കടയിൽ നിന്നും പഴംപൊരി വാങ്ങിച്ചു ചേർത്ത അമ്മച്ചിയെ അത്യാസന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി. നീ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനല്ലല്ലോ, സ്വന്തം ലേഖനല്ലേ. വേണ്ടേ? ചേച്ചി അയ്യോ നമസ്കാരം. ഒരുപാട് നാളായല്ല കണ്ടിട്ട്. ഈശ്വര ചേച്ചി നല്ല അടിപൊളി പഴം പൊരിയുണ്ട്. വേണ്ട, സ്പെഷ്യൽ ഉണ്ട്. എന്റെ ഈ പെരുവെള്ളം ഉണ്ടാക്കി ഉഴുന്ന് വടയുണ്ട്. വേണ്ടേ? സ്ഥിരം കഴിക്കില്ലല്ലേ ചേച്ചി? അയ്യോ എനിക്ക് വേണ്ട. ചേട്ടനൊക്കെ സുഖാരിക്കണം. നാത്തും സുഖാരിക്കണേ. ആര്? നാത്തും സുഖാരിക്കണാന്ന്. ആ കാണണോന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ സുഖാരിക്കണ? ആ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകം കാണണോന്ന് പറഞ്ഞിട്ടുണ്ടേ. കുടിയൊക്കെ നിർത്തി നല്ലോണം പറയാൻ മതി. സ്വന്തം ഭർത്താവ് കൂച്ചൂലെന്ന് പറയാൻ മതി. സ്വന്തം ഭർത്താവ് നമ്മളും കൂച്ചും കേട്ടാ. ചേച്ചി ഇവിടുന്ന് പറയാനുള്ളൂ. കഴിക്കണം. കഴിക്കണം. ആർക്കും വേണ്ട. നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇവിടെ ആർക്കും വേണ്ട. ആർക്കും വേണ്ടേ? ഇന്ന് നിങ്ങൾക്ക് ആർക്കും ചായയില്ല, വടയില്ല, പഴം പൊരിയില്ല. നിങ്ങൾക്കില്ല. പോടാ വളർന്ന്. ആർക്കുമില്ല. അയ്യാ എവിടെ പോണു? ഞാൻ പോവാ. ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോടെ? നീ 10-32 വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അണ്ണൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. അണ്ണൻ എന്നെ വിശ്വസിച്ചു. ഞാൻ അറിയാതെ എന്തെങ്കിലും നിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമി, അകത്തേരിപ്പോ. ഞാൻ പോവില്ല. നീ പോടാ. നീ പോണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഞാൻ പോവില്ല. നീ പോ. എന്നെ വിളിക്കേ. നീ പോണെങ്കിൽ പോയിക്കോ. ഞാൻ പോവില്ല. പിന്നെ അകത്തോട്ട് കയറി ശമ്പളം കൂട്ടി തരും. അതൊക്കെ കൂട്ടി തരാം. പോ അകത്തേരി പോ. പോ പറയാൻ പോലകള്. ഞാൻ പോല ഒരു ചായ പാലില്ല എങ്കിലൊരു കട്ടൻ വെള്ളമില്ല. പിന്നെന്തുണ്ട് ഈ കവിക്ക് കഴിക്കാൻ? തന്റെ പറ്റു തീർക്കാത്ത ബുക്ക് മാത്രം. പറ്റു തീർത്തിട്ടില്ല. കണക്ക് പറ തീർക്കണം കേട്ടാ. മങ്ങിയ പറ്റുകൾ കണ്ടു മടുത്തു. കണ്ണട ഇനി വേണ്ട, ഈ ബുക്കുകൾ ഇനി വേണ്ട. എനിക്ക് ഈ ബുക്ക് എനിക്ക് വേണം കേട്ടാ. നിന്റെ പറ്റ് കണക്ക് എഴുതടാ, ഇല്ലെങ്കിൽ നീ പറ്റിച്ചു കളയുന്നേ. സംഗീതത്തെ കുറിച്ചാണ് എന്താണ് അഭിപ്രായം? സംഗീതം നല്ല കൊച്ചല്ലേ. ഇന്നലെ കൂടി അവളെ കല്യാണത്തിന് ഞാൻ പോയതാണ്. കൊല്ലത്താണ് അയച്ചത്. അയ്യോ സംഗീതമല്ല, സംഗീതം പാട്ട്. സംഗീതം എന്ന് പറയുന്നത് അലതല്ലി ഒഴുകുന്ന ഒരു പുഴയാണ്. ഈ പുഴയിൽ എന്നും സന്ധ്യക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? കുളിച്ചും കാണാനല്ലേ? അതൊന്നുമല്ല. ഈ സംഗീതപരമായിട്ടുള്ള ആൾക്കാർ കുളക്കട കുളിച്ചീൻ അങ്ങനെയൊന്നും കാണത്തില്ല. അത് നല്ല കാര്യം. സാധനം ചെയ്യണം, നല്ലതാണ്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടങ്ങോട്ട് പാടി. തീർച്ചയായിട്ടും ആൾക്കാർ കൊണ്ട് കയറട്ടെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 4 വരി ഗാനം ഞാൻ അടർത്തിയിടാൻ പോവുകയാണ്. തോട്ടമെല്ലാം വേണം അടർത്തിയിടാൻ. പക്ഷെ അതല്ല, ഉരിയാടാമെന്ന്. ഊരിയിട്ടാ കൊള്ളാം. നീ ചായ കുടിച്ചിട്ട് അത് എടുത്തോണ്ട് പൊക്കോളാം. എന്തോന്ന് ഇപ്പൊ ഊരി ഇട്ടതേ. പക്ഷെ അതല്ല, ആലപിക്കാമെന്ന്. ആലപിച്ചാ എന്നാ ഒരു കാര്യം ചെയ്യ്. ഞാൻ തിരികെത്തിച്ചല്ലേ, നല്ലൊരു ഭക്തിയാണ് ആലപിച്ചേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുന്നു. ഉരുകാതെ നെഞ്ചം ഉണക്കാതെ നെഞ്ചം പൊന്മാന ഉണ്ണை തേടുത് ராசாத்தி ஒன்னே കാണാതെ നെഞ്ചം കാറ്റാടി പോലാകുത്. സുരേന്ദ്ര നിമിഷ നേരം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയി. അതാണ് നിമിഷ കവി. എടാ നിനക്ക് വേറെ പാട്ടൊന്നും ഇല്ലടാ? വേറെ പഴയതുണ്ട്, പുതിയതുണ്ട്. ഏത് വേണം? എനിക്ക് പുതിയതുണ്ടാണ് ഇഷ്ടം. അല്ല, പുതിയ പാട്ടാണ് ഇഷ്ടമെന്ന്. എന്നാ പിന്നെ പഴയത് പിടിക്കാം. തുളുമ്പും മാതകം ഒരു പാനപാത്രം എന്റെ ചോറ്റുപാത്രം. തുളുമ്പും മാതകം ഒരു പാനപാത്രം എന്റെ തൂക്കുപാത്രം. തൂക്കുപാത്രമല്ല, വലിയ അണ്ടാവും. വേറെ പാട്ടൊന്നും ഇല്ലടാ നിനക്ക്? വേറെ പഴയ ചിത്രമായ മമ്മൂട്ടി അഭിനയിച്ച കാതോട് കാതിൽ ദൂരം.
കാതിന് ദൂരമല്ല, പിന്നെ? കാതിൽ വലിയ പൊത്താ. അണ്ണാ ചെലമ്പ് 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 ചെലമ്പ്. നീ ചിലത്തോണ്ടിരിക്കല്ലേ, ഞാൻ എന്തോന്ന് ചിലക്കാൻ? അതല്ലെന്ന് റഹ്മാൻ അവതരിച്ച ചെലമ്പിലെ പാട്ട് താരും. ചിലമ്പില് പാട്ടാണ് താരം, ആ അതാണ്. നല്ല പാട്ടല്ലേ ഇത്? നല്ല സൂപ്പർ പാട്ടല്ലേ. പാട് പാട് കേട്ട്. Ready, 1 2 3 4 5 6 7 ആന്ന് തോന്നുന്നു. അല്ല ചേട്ടൻ കൂടെ പിടിച്ചു. കൂടെ പിടിക്കണ്ട. പിച്ച് പിച്ച്. എന്തോന്നടാ നിങ്ങളല്ലേ പറഞ്ഞ പിച്ചായി? എടാ, ഞാൻ പാട്ടിലെ പിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാട്ടിനെ പിടിച്ചാ. അല്ല, നീ പിച്ചല്ല. എന്റെ അമ്മോ. ഓ രക്ഷയില്ല. ശാന്തേ, ആ നീ പലഹാരപ്പെട്ടി വല്ല തുറന്നാടി. ആ തുറന്നായിരുന്നു. എടി, നിന്റെ അടുത്ത് ആരെങ്കിലും തുറക്കാൻ പറഞ്ഞാടി ഭൂദേവി. പറഞ്ഞേ, പാടാലോ, കുഴപ്പമില്ലല്ലോ. പഠിക്കോ, ഇവിടെ വിഷയമൊന്നുമില്ല. താരും Come on, baby, കേറി വാ. കാല് കാല് കാല്. ആ. ആ, ഒന്ന് ചിരട്ട തന്നെയാ. ഒന്ന് മാറി, ഒന്ന് മാറി. അത് കുഴപ്പമില്ല. സൂപ്പർ. പാടിക്കൂ. താരും ആ. പൊങ്ങും പിന്നെയും താരും, പിന്നെ താരും പൊങ്ങും പിന്നെയും താരും, പിന്നെ താരും. പിന്നെ നീ കാര്യം എവിടെ? 6 മണ്ണില് വേറെ പാട്ടൊന്നും ഇല്ലേടാ നിനക്ക്? ഇനി വേറെ പാട്ടൊന്നും പാടാ. പിന്നല്ലാതെ വലിയ ചേട്ടാ അറിയാ, കവി മനസ്സിലായോ? സ്വന്തമായിട്ട് മ്യൂസിക് ബാൻഡ് ഉള്ള ആളാണ്. ആണാ? അതെ, സ്വന്തമായിട്ട് മ്യൂസിക്കൽ ബാൻഡ് ഉണ്ട്. എന്റെ മ്യൂസിക്കൽ ബാൻഡിന്റെ പേര് കേട്ട നിങ്ങളുടെയൊക്കെ വായിന്ന് വെള്ളം ഊറുന്ന സത്യം. ആണ്? ഓ സീരിയസ് ആയിട്ട്. എന്താണ് പേര്? വാളംപുളി മ്യൂസിക്കൽ ബാൻഡ്. വെള്ളം ഊറി കണ്ട. ഇപ്പൊ വെള്ളം വരും. അതാണ് നമ്മൾ ഈ സുഖിപ്പിച്ച് പാടുന്ന ആൾക്കാരാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് പാട്ടുണ്ടല്ലോ അത്. ഓ, നമ്മുടെ ജിമിക്കും കമ്പലും ജിമിക്കും കമ്പനി. അത് സൂചിപ്പിച്ച് പാടാൻ പറ്റുമോ? പിന്നെന്ത്? ഉറപ്പാണോ? തീർച്ചയായിട്ടും അത് പാടാം. പാടിയേക്കട്ടെ. നിന്റെ അമ്മയുടെ കീറിയ അല്ല, എന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് എന്റെ അപ്പൻ കട്ടോണ്ട് പോയല്ലോ. പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ. ഇതാണ് ഞാൻ ഒരൊറ്റ സാധനം ഇറക്കാത്തത്. അതിനിടയ്ക്ക് വ്യാജനം ഇറക്കിയമാര്. കഷ്ടം. കടുപ്പത്തിലൊരു ചായ. ഇപ്പൊ തരാം. അയ്യോ, അത്ര കടുപ്പം വേണ്ട. പിന്നെ പിന്നെ ഇവിടെ ചീഞ്ഞ തക്കാളിയും മളിഞ്ഞ മുട്ടയും വിൽക്കുന്നെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഈശ്വരാ, ചീഞ്ഞ തക്കാളി അവഞ്ഞ മുട്ടമ്പല ഇരിപ്പുണ്ടെന്നാ. എടാ, അതല്ലേ ഉള്ളൂ. അതെ, ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല, ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല. ഇല്ലെന്ന് പറ. അല്ല സാറേ, ഇവിടെ ചീഞ്ഞ മുട്ടായി അവിഞ്ഞ തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാം ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതെ, മറ്റു കടകളിൽ മറ്റു കടലിൽ ഈ പഞ്ചായത്തിലെല്ലാം ഫ്രഷ് ഐറ്റം മാത്രമേ ഉള്ളൂ. ഈ ചീഞ്ഞ തക്കാളിയും അവിഞ്ഞ മുട്ട ഇപ്പൊ ചോദിക്കേണ്ട കാര്യം, ഇവിടെ തൊട്ടടുത്ത് ഒരു കഥാപ്രസംഗം നടക്കുന്നുണ്ട് കേട്ടോ. ആ അപ്പൊ കാതികനായിട്ട് എറിയാൻ വേണ്ടിയാ. ആയിരിക്കും. ആ കാതികൻ ആരെന്ന് അറിയണ്ടേ? ഇല്ല. ഞാനാ, ഛേ, പന്തളം രാജൻ. ഇത് ശരി. ഓ, ആ. പിന്നെ മറ്റൊരു കാര്യം, ആ. ആരെങ്കിലും ചീഞ്ഞ തക്കാളിയും അളിഞ്ഞ മുട്ടയും വന്ന് ചോദിച്ച് ഇല്ലെന്നും പറഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും എടുത്ത് കൊടുത്തോളല്ലേ, എന്താണ് അവരെന്നെ എറിഞ്ഞു കൊല്ലും. ഓ, അത് ചിലപ്പോ പന്തള രാജൻ. പന്തള രാജൻ. ആരോടനച്ചു ഞാൻ പാടാം പന്തള രാജ. താമര നൂലുകൊണ്ടാലോലം. ആലോലം ഞാൻ പാടാം താമര നൂലുകൊണ്ടാലോ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈ തിരക്ക് കാരണം എല്ലാം വിട്ടു വേണം. സോറി, ക്ഷമിക്കണം. ഇപ്പൊ വിശന്നിട്ട് കൊണ്ടുവരാം, വയ്യ. ഇപ്പൊ കൊണ്ടുവരാം. ആ, പത്ത് കാശൊക്കെ പിന്നെ തരാം. ഇപ്പൊ കഴിക്കാൻ കൊണ്ടുവരാം. എന്തെങ്കിലും. അത് കുഴപ്പമില്ല. നീ ഇവിടെ പാട്ട് പാടിയില്ലേ? ഇതാ, കഴി. ഏയ്, ഇതെന്തോന്നാണ് വൃത്തിയായിട്ടല്ല. വൃത്തിയായിട്ടല്ലേ? ഇതിന് മൊത്തം കാക്ക കൂഷ്ടം. അല്ല, കാക്ക കാഷ്ടം. എടാ, ഞാൻ ഈ തിരക്ക് കാരണം വിട്ടു വേണം. ക്ഷമി. വൃത്തിയില്ലാണ്, നിങ്ങൾ എടാ, കുറച്ച് വൃത്തിയാക്കിയിട്ട് ധൈര്യമായിട്ട് തിരക്ക് കാരണം വിട്ടുപോയി. അന്ന് നമുക്ക് വിഷയമല്ലല്ല. ഇപ്പൊ വൃത്തിയായില്ലേ? കീറയൊക്കെ മാച്ച്. ഇപ്പൊ നിനക്ക് പെറോട്ടോണ ഇറക്കിയോളോ? പെറോട്ട മതി. ഇപ്പൊ കൊണ്ടുവരാം. നീ സമാനപ്പെട ഒന്ന് അടങ്ങടേ. നീ പെറോട്ട ഇവിടെ ഇരിക്കുന്നത്. ആ, തിന്ന് ഇതായാലും അതിൽ വെക്കണ്ട, പിന്നെ കൈ തന്നാ മതി. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇപ്പൊ അറിയാൻ പറ്റും. ഡേയ്, ഇവൻ എവിടെ കണ്ടുന്നല്ല പരിചാടാ. കള്ളനാടാ. ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ. ഉരുടാടാ ഇത്. ഉരുടാ. പല്ല് ഉരുടാ. വെപ്പ് പാലാടാ. ഉരുടാ. ഉരുടാ പല്ല്. എടേ, എടേ, സ്ഥലത്ത് എടേ, പ്രശാന്ത്. പ്രശാന്ത്. ഫസ്റ്റ് കിട്ടിയ എടാ, നിന്നെ വിന്നർ. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? നീ എന്ത് ഇവിടെ? എടേ,
കോമഡി മസാലയിൽ ഒരു വേഷം തരാന്ന് പറഞ്ഞു. ആരുടെ വേഷം? ബാലന്റെ വേഷം. Serious ആയിട്ട്? നെൽസേണം പറഞ്ഞു. ആ അപ്പൊ എവിടെയൊക്കെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. കറങ്ങത്തിന് ഇവിടെ വരുവോ? എടാ എന്തായാലും നിങ്ങളുടെ ഡാൻസ് ഒന്ന് കാണണം. വലിയ ആഗ്രഹം സത്യം. കുറെ നാളെ കണ്ടിട്ട്. സൂപ്പർ. കിടുക്കി കളഞ്ഞു. ആ, അടിപൊളി. ആ, അവന് സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ. ഡേയ്, അവിടെ നില്ല്, പറയല്. എന്റെ വക ഒരു സ്പെഷ്യൽ ചായ. പ്രശാന്ത് എവിടെയാ? കുടിച്ച്, കുടിച്ച്, കുടിച്ച്. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ. ആ? ഫുഡ് ഇൻസ്പെക്ടർ. അയ്യോ, എന്തിനാ അവിടെ വന്നത്? ഇങ്ങോട്ട്. അല്ല, നിങ്ങൾ ഈ ഹോട്ടലില് വൃത്തിഹീനമായിട്ടുള്ള ആഹാര സാധനങ്ങൾ വിൽക്കുന്ന ഒരു കംപ്ലൈന്റ് കിട്ടി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരാണ് ഞാൻ. സാർ അങ്ങനെയൊന്നുമില്ല സാർ, അങ്ങനെ അതാ നാട്ടുകാർ ചുമ്മാ പറയുന്നതാ. ഇത് നോക്കൂ. ഈ എൻഡോസൾഫാനും അജിനോമോട്ടയും തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? സാറേ, ഞാൻ അറിയാതെ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്ശെ. ഇതെന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. സീലിയനുള്ള സാറേ, സീൽ ചെയ്യരുത്. സാറേ, കട പാവപ്പെട്ട ഒരു കടയാണ്, സീൽ ചെയ്യരുത് സാറേ. എനിക്കൊന്നും ചെയ്യാൻ സാർ പറ്റില്ല. സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സാറേ, പറഞ്ഞില്ലേ? സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. സാർ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, അല്ല സാറേ, സാറിന് എത്ര മക്കളാ? എനിക്ക് 5. 5. സാറേ, എലി എറിഞ്ഞ ഈ ബോണ്ട് 3 ബോണ്ടങ്ങൾ പൊഞ്ഞിട്ടാ സാറിന്റെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ. സാറായിട്ട് ഒരു 5 തന്നാ മതി. നീയൊക്കെ പഠിച്ചതേ പാടും. സാർ സാർ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഈ എണ്ണ സാറിന് 500 രൂപ തരുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. ഈ എണ്ണം തെറ്റുകാരനാണെങ്കിൽ സാറും തെറ്റുകാരനാ. സാറും പഠിച്ചതേ പാടൂ. പഠിച്ചതേ പാടൂ. യെസ്, അങ്ങനെ നമ്മൾ ഇവരുടെ സ്കിറ്റും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? നന്നായിരുന്നോ? എന്നാൽ നന്നായിട്ട് കൈയടിക്കോ? ഓക്കെ, ഇതിൽ ഏത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ബോണ്ട ആ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളായിരുന്നു. കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ടാ കഴിക്കാൻ. ഏത് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ ബോണ്ടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ മൊത്തത്തിൽ സ്കിറ്റ് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? നന്നായിരുന്നു. ആ, അതുപോലെ തന്നെ ഈ ചേട്ടന്റെ ചായക്കടക്കാരൻ ചേട്ടന്റെ ആ, അഭിനയം നന്നായിരുന്നു. നന്നായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ, എടുത്തു പറയാവുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ്? ആ ചേട്ടന്റെ കവിത അടിപൊളിയായിരുന്നു. ആ, കവിത നല്ല രസമുണ്ടായിരുന്നു. മങ്ങിയ പറ്റുകൾ കണ്ടുമെടുത്തു അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇവരുടെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ ഇതിനകത്തോടെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ എന്താണ് വൃത്തിഹീനമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ നമ്മൾ തന്നെ സ്ഥിരം കേൾക്കുന്ന വാർത്തകളാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ പൂട്ടിയെന്നോ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് എലിയെ കണ്ടുവെന്നോ എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ എപ്പോഴും പറയുകയും ചെയ്യും, ഹോട്ടൽസിൽ നിന്നും പോയി ഫുഡ് കഴിക്കരുത്, മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കണം. പക്ഷേ ഈ യാത്ര ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഹോട്ടലുകളെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മളൊക്കെയും ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെയും ഭക്ഷണം കഴിക്കേണ്ടി വരാറുണ്ട് ഹോട്ടലിൽ നിന്ന്. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ചോദിക്കാനും പറയാനും വരുമ്പോൾ ഇങ്ങനെ കൈമടക്ക് കൊടുത്തത് ഒതുക്കി തീർക്കുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇപ്പോഴും സൊസൈറ്റിയിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടെ അവർ സൈഡിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറയുന്നു നെൽസൺ ചേട്ടാ? എന്തായാലും സ്കിറ്റ് അടിപൊളിയായിരുന്നു. പേയാട് വെച്ച് കസറി കവിതയും പേടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മീശ ഇങ്ങനെ ഇരിക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടോ? ഈ ടൗണിൽ പോകുമ്പോണ്ടല്ലോ നാൽക്കവല ചിലപ്പോൾ യൂട്ട് കണ്ട് തിരിയാൻ പാടാണ്. അടിപൊളി. അല്ല, ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവും? ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കട്ടിൽ എന്ന് പറഞ്ഞാൽ കയറ് കൊണ്ട് വരഞ്ഞ ഒരു ചെറിയ മോളുള്ള ഉറങ്ങാൻ സമയത്ത് ഞാൻ ഇതിനെ അങ്ങോട്ട് ഇറക്കി അങ്ങ് വെക്കും. നിറയെ മുട്ടി വയ്ക്കും. ആൾക്കാർ കട്ടിലിൻ്റെ അടി കൂടെ പോയാലേ എനിക്ക് അറിയാൻ പറ്റും, തട്ടും. അങ്ങനെ അപ്പൊ എന്തായാലും സ്കിറ്റ് അടിപൊളിയായിരുന്നു. ആ കവിതയൊക്കെ അടിപൊളിയായിരുന്നു. മങ്ങിയ പറ്റുകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണ്ട. സൂപ്പർ ആയിരുന്നില്ല, നന്നായി. അല്ല, ഗ്രാമത്തിലെ ചായക്കടകളാണത്. ഗ്രാമത്തിലെ ചായക്കടകളിൽ കലാകാരന്മാർ വരും, വായിനോക്കികൾ വരും, എല്ലാവരും വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ ചായക്കട. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചായക്കട ഉണ്ടായിരുന്നു.
പണ്ട് ബിനിച്ചേട്ടൻ ഈ വർഷങ്ങൾക്ക് മുമ്പ്. പറയുന്ന ഏത് കാറ്റഗറിയിലാണ് അവിടെ പോവാറുണ്ടായിരുന്നെ? ഏ? എന്താ? കലാകാരന്മാര് ഒരു വായി നോക്കിയത്. അപ്പൊ ഞാൻ സത്യം പറയാം, അശ്വതിയുടെ അമ്മാവൻ ആ കട നടത്തിക്കൊടുത്തു. അല്ല കട നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. വരുന്ന ആൾക്കാരെ കുറിച്ച് പറയൂ. ആ കടയുടെ ആ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ പോണത്. ശരി, അപ്പൊ ഞാന് ഈ കടയിൽ ചെല്ലുമ്പോ പുള്ളി അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പം കൊടുക്കുന്നത് ഈ മൂടപ്പാത്രത്തിൽ കൊടുത്തിട്ട് പഞ്ചസാര ഇടത്തെ കൈ കൊണ്ട് എടുത്തിട്ട് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ലാഘവത്തോടെ ഒരു കറക്ക അങ്ങനെ. അപ്പൊ തന്നെ 4 സൈഡ് വീടും. പുള്ളി ഇങ്ങനെ ഒരു തുടക്കല. എന്നിട്ട് വീണ്ടും ചായ എടുക്കും. പിന്നെ പുള്ളിയുടെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലത്തെ വെള്ളം വെച്ചേക്കണ ഈ പാത്രത്തിലെ ബാക്കിയുള്ള വെള്ളത്തിലെ പുള്ളിയുടെ കുളി. ഈ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോർത്തുണ്ട്. ആ തോർത്തങ്ങ് മുക്കിയിട്ട് നെഞ്ചക്ക് കറങ്ങാൻ ഇങ്ങനെ ഒരു പിടിക്കല. അത് കഴിഞ്ഞിട്ട് ആ തോർത്ത് തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഒരു പിടിക്കുക. അപ്പൊ 2 സൈഡും ഓക്കെ. എന്നിട്ട് ഈ തോർത്തറ ഒറ്റ ഏറാ അത് കറക്റ്റ് ചെന്ന് വീണ് ഇങ്ങനെ കിടക്കും. ഇനി അപ്പുറത്തായെന്ന് വല്ലൊരു മുണ്ടെടുത്താൽ ഇത് തെറിച്ച് ചെന്ന് നിൽക്കണായിരുന്നു നിൽക്കുകയും ചെയ്യും, ഉണങ്ങിയിട്ട് വടി പോലെ. അങ്ങനെ ഒരു കട പേര് പറയുന്നില്ല, വെറുതെ എന്തായാലും എന്റെ അമ്മാവന്റെ കടയാണല്ലോ, കുഴപ്പമില്ല. വേണ്ട, അമ്മാവൻ അങ്ങനെ ബാനർ ഉണ്ടാക്കണ്ട. അങ്ങനെയല്ല, എനിക്ക് അമ്മാവന്മാരില്ല. ഇല്ല, രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയണ്ട. ഒരു സ്കിറ്റിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം അമ്മാവനെ ഇല്ലാന്ന് പറയുന്ന ആളാണ്. സത്യമായിട്ട് ഇല്ലെന്ന്. സത്യം ഇല്ല, ഉറപ്പ്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ആ സ്ഥാനത്താണ് കാണുന്നത്. യെസ്. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളിൽ, സപ്പോർട്ട് ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റുകളിൽ നല്ലൊരു കലാകാരനുണ്ട്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ ബിനോയ്. ഇതാണ് ബിനോയ് വിതുര. ബിനോയ് ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോൾ ബിനോയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറച്ച് വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്രകൃതിയിൽ നിന്നുള്ള പക്ഷികളുടെ കുറച്ച് ശബ്ദങ്ങൾ. ആദ്യമായി കുയിൽ. കുയിൽ. പിന്നെ ഇതുപോലെ തന്നെ മറ്റൊരു പക്ഷിയുണ്ട്, ഇറുമുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പക്ഷിയുണ്ട്. പിന്നെ രാവിലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു പക്ഷിയുണ്ട്. അത് രാവിലെ ഈ പോസ്റ്റിലൊക്കെ ഇരുന്ന് വിളിക്കുന്ന സൗണ്ടാണ്. ഓക്കെ. അടുത്തായിട്ട് ഈ കാറിന്റെ ലോക്ക് ശ്രദ്ധിച്ചിരുന്നാലേ അത് മനസ്സിലാവുള്ളൂ. കാറിന്റെ ലോക്ക്. അടുത്ത് ഈ പട്ടി കോട്ടുവായിടുന്ന സൗണ്ടാണ്. അത് പോയിട്ട് അൽസേഷൻ പട്ടി കുരയ്ക്കുന്നു. അടിപൊളി. ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന കുറച്ച് താരങ്ങളാണ്. ആദ്യമായിട്ട് ഭാഷ എന്ന സിനിമയിൽ രജനീകാന്തും രഘുവരനും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡയലോഗ്. ഭാഷ എന്ന ചിത്രത്തിൽ രജനീകാന്തും രഘുവരനും. ரங்கசாமி ஓ மாவ இன்னும் வரல, வந்துடுவா, அவ சொன்னா செஞ்சிடுவான். வந்துட்டான். ஆவோ ஆவோ மாணிக் பாய், மாணிக் நை பாஷா. நான் சொல்லல கூட்டம் சேர்த்தவங்களை ஜெயிக்க முடியும்னா, இது நான் சேர்த்த கூட்டம் இல்லை, அன்பாலா தான் நான் சேர்ந்த கூட்டம், என்னுடைய அன்பு சாம்ராஜ்யம். இது யாராலையும் அழிக்க முடியாது. மன்னிக்கிறது, நான் சர்ப்ரைஸ் இல்லை. അടുത്തതായിട്ട് മൊട്ട രാജേന്ദ്രൻ. തമിഴിലെ മൊട്ട രാജേന്ദ്രൻ. തമിഴിൽ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്ന മൊട്ട രാജേന്ദ്രൻ. ஐயா வாயா, நல்ல மாதிரி இருக்க.
அழகா இருக்க தளபதி என்னப்பா நெல்சண்ணா நல்லா இருக்குல்ல நான் வந்துட்டேண்ணா വരിക. അടുത്തതായിട്ട് നമ്മുടെ ഇന്റർനെറ്റ് സെറ്റിന്റെ സൗണ്ടാണ്. ഭൂലോകം ഒരു പമ്പരം, ആരോ കറക്കി വിട്ട പമ്പരം. ഉണ്ണികൃഷ്ണ, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യം വല്ലതും ആണോ? കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം, ഞാനിത് തെളിയിക്കും. ആശാനേ. അടുത്തതായിട്ട് വടിവേലു. വടിവേലു. என்னடா இப்படி எல்லாம் பண்றான்? ஆனா பொம்பளைனா 3 விதமா இருக்கான். ஒண்ணு பிஃபா 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 சம் சம் சம். ஓடும் அது என்று ஓடி தலைவா பாத்தியா வேணாம் அழுதுடுவா. അടുത്തതായിട്ട് ലാസ്റ്റ് കമൽഹാസൻ. പഴയകാല ചിത്രത്തിലെ ഗുണ എന്ന് പറഞ്ഞൊരു ചിത്രത്തിലെ ഒരു രംഗമാണ്, ശ്രദ്ധിക്കുക. കൺമണി அன்போட காதலன் நான் எழுதும் கடவுள லட்டர்ச்சி இல்ல கருத்து இருக்கட்டும். படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாவை படிக்கிட்டியா? அப்போ நானும் முதல்ல கண்மணி சொன்னல, பொன்மணி போட்டுக்கோ. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியம். பொன்மணி உன் மீது சௌக்கியமே, நான் இங்கே சௌக்கியமா? எனக்குண்டான காய் அது தன்னால் ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒன்றுமா அவருக்கு லைட்டு காதல். என் காதல் என்னென்ன சொல்லாமல் எங்கே அழுகையா வருது. ஆனால் ஓ சோகம் ஒன்று தாக்கிடுமா அப்படின்னு சொல்லும்போது வர அழு கூட நின்றுடுது. அதே என்னம்மா? இல்லை, காதல். மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. தேங்க்யூ. ഗുഡ് ജോബ്. നല്ല പെർഫോമൻസ് ആയിരുന്നല്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. സോ ഈ ടീമിന്റെ പെർഫോമൻസിന് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 4 4 3 4. യെസ്. സോ ഒരു മെജോറിറ്റി ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. മെജോറിറ്റി 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടീമിന് കിട്ടുന്നത് 4 സ്റ്റാർസ് ആണ്. ദാറ്റ് മീൻസ് ഇവർക്ക് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ കൂടി സമ്മാനമായിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷ് വൗച്ചർ കൊണ്ട് നടന്നു വരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബിനു ചേട്ടാ, നെൽസൺ ചേട്ടാ, പ്ലീസ് ജോയിൻ us. ഇതെന്താ ഇങ്ങനെ വന്നെ? ആരത്? ഞാൻ ഇങ്ങനെ വന്ന എന്താന്ന്, ഞാൻ പണ്ട് കുതിര പോലീസിലായിരുന്നു. ഇപ്പൊ എനിക്ക് കുതിര തരത്തില്ല. അതെന്താ? കുതിരക്കുള്ള മുതിര ഞാൻ എടുത്ത് തിന്നു. അതുകൊണ്ട് അവരും കുതിരയെ കട്ട് ചെയ്തു. അതൊരു തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അതിനാ ഒരു മിണ്ടാപ്രാണിയുടെ ആഹാരം എടുത്ത് കഴിക്കാനുള്ള ശരിയാണത്? ശരിയാണ്. ഞാനും മിണ്ടാപ്രാണിയല്ലേ? നിങ്ങൾ മിണ്ടാപ്രാണിയാ? നിങ്ങൾ എന്നെ കുതിരയാണോ? അതല്ല, മേലുദ്യോഗസ്ഥന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മിണ്ടാപ്രാണിയാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു മിണ്ടാപ്രാണിയുടെ ഭക്ഷണം ഒരു മിണ്ടാപ്രാണി കഴിച്ചാൽ എന്താണ് തെറ്റ്? വലിയ കുഴപ്പമില്ല. ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നെന്താണ്? ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ പറയാം. നെൽസൺ. അതെ. ബിനു അടിമാലി. അതെ അതെ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കോമഡി. താങ്ക് യു. ഇവിടെ എന്താണ്? ഇവിടെ ഞങ്ങളെ കോമഡി മസാല എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാം. അതെയോ? അതെ. ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ, വീട്ടിലെ അവളെ കൊണ്ട് കാണിക്കാനാണ്. സാറേ, എന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്നെ എപ്പോഴായാലും എനിക്ക് കിട്ടും, ഇവരെ എനിക്ക് എപ്പോഴും കിട്ടത്തില്ല. ഞാൻ ഓടിപ്പോട്ടെ, പിന്നെ എന്നെ കുറ്റം പറയും. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം, നീ അവിടെ നിൽക്കും. ഒരു ശകലം ഒന്ന് വെയിറ്റ് ചെയ്യണം. ചിരിക്കണേ. അയ്യോ, അടിപൊളി കേട്ടോ, അടിപൊളി. സാറേ, ഇങ്ങോട്ട് പറയണം. എന്താ സംഭവം എന്നറിയോ? എന്താ ചെയ്ത ഇവൻ? എന്താ മാലമോഷണം. അയ്യോ അയ്യോ, ഭയങ്കര സംഭവമാണല്ലോ. ആളുകളെയാണ് നമുക്ക് ഈ ഫ്ലോറിൽ ആവശ്യം. നമുക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? പോട്ടെ, അത് ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചോട്ടെ. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച കറക്റ്റ്. ഞങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല, അദ്ദേഹം ഒരു പാട്ട് പാട്ടെ. എന്നാ പിന്നെ നടക്കട്ടെ. ആദ്യ
സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻരൂപം സ്വർണഗോപുര. ഇങ്ങനെയാണോ ഗാനഭൂഷണം പാസ്സായ ഒരാൾ പാട്ട് പറഞ്ഞത്? നിങ്ങളോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞില്ല, നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിച്ചെന്ന്? ഗാനഭൂഷണം എന്നല്ലേ പറഞ്ഞത്? മുനിഞ്ഞു വന്നേ, പുറത്ത് വേടാ. ഇവൻ ഗാനഭൂഷണമല്ല, മാലമോഷണം എന്നാണ് ഞാൻ പറഞ്ഞത്. അറിയാമോ, എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണം നടത്തിയ ഏക വ്യക്തി ഇവനാണ്. എന്റെ സ്വാമിയെ എന്നോട് പുറത്തേക്കടേ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണമെന്ന് ഒരു അയ്യപ്പ ഭക്തനായതുകൊണ്ട് ഞാൻ ഇത്രയും ക്ഷമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഈ മാല മോഷ്ടിച്ചു എന്ന് ആരാണ് കണ്ടത്? എന്താണ് തെളിവ്? തെളിവുണ്ടോ? ആരെങ്കിലും കണ്ടോ? തൊണ്ടി എവിടെ? തൊണ്ടി ഈ തണ്ടി എടുത്ത് വിഴുങ്ങിയെന്ന്. വിഴുങ്ങിയാ? ആ, അപ്പൊ പിന്നെ അപ്പീഡിപ്പിച്ചാ പറയാൻ സാറേ. ഇനി പീഡിപ്പിക്കാത്ത കുഴപ്പമുള്ളൂ ഞാൻ. അയ്യോ, പീഡിപ്പിക്കുന്നല്ല പറഞ്ഞേ, അപ്പീഡിപ്പിച്ചാ പോരായിരുന്നു. അത് അപ്പീഡിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ? സാറിനറിയോ, എന്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. അതെന്താ സാറേ? ഇവനെ ഞാൻ എന്റെ മുട്ടയിലിരുത്തിയാണ് അപ്പീഡിപ്പിച്ചത്. ഇതിനല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടും, എന്നിട്ട് മാല കിട്ടിയില്ല. എന്ത് കൊടുത്തവനെ? 8 കുറ്റി പുട്ട, 8 മുട്ട, 8 ഏത്തപ്പഴം, ഇതൊക്കെ അതുപോലെ ഇനി വന്നു. മാല വന്നില്ല. അത് കൂടാതെ ഇവൻ അറിയാതെ 1 ഗ്ലാസ് പാലിൽ ഞാൻ വിമ്മ് കലക്കി കൊടുത്തു. ഇവൻ അത് മാക്ക് കുടിച്ചിട്ട് എന്നോട് പറയുക, ഈ ഷാർജ ഷേക്ക് 1 ഗ്ലാസ് കൂടെ എനിക്ക് തരുമോ? ഞാൻ എന്ത് ചെയ്യണം ഇവനെ, ഞാൻ എന്ത് ചെയ്യണം? സ്വാമിയേ, നീ എന്നോട് പുറക്കെ. അല്ല, ഇത് ഇവന് മാല വിഴുങ്ങി എന്ന എന്താ തെളിവ്? വിമാനത്തിന് തെളിവ് എന്താന്നു? ഞാൻ എക്സ്റേ എടുത്തു. നല്ല ബുദ്ധിയാണ്, നല്ല. കേരള പോലീസ് നിസ്സാര ടീമല്ല. ചുമ്മാ അല്ലല്ലോ, 3-4 വർഷം ഞാൻ എക്സ്റേ വെൽഡിംഗ് പഠിച്ചത്. എന്താ പഠിച്ച? എക്സ്റേ വെൽഡിംഗ്. എക്സ്റേ വെൽഡിംഗ്? അല്ല, അത് നല്ല ബുദ്ധി തന്നെ. അത് ഇതും തമ്മിൽ എന്നാ വ്യത്യാസം? രണ്ടിലും എക്സ്റേ ഉണ്ടല്ലോ. ഉണ്ടോ? ഞാൻ എക്സ്റേ എടുത്തു. അത് 2 എക്സ്റേ എന്തിനാണ്? 2 എക്സ്റേ എന്തിനാണെന്ന്? ഒന്ന് എന്റെ കൂടെ അങ്ങ് എടുത്തു. അതിനെ സാറെടുത്ത് എന്തിനാ? അതെ, എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര സംശയം. എപ്പോഴും അവൾ പറയും, താങ്കൾക്ക് നട്ടല്ലില്ല. അവളെന്നോട് പറയും, കാരണം നോക്കി വേണ്ട, ഈ പാമ്പം പാലം പോലെ കിടക്കുന്ന എന്റെ നട്ടല്ലല്ലേ. ഞാൻ തോന്നിവാസം പറഞ്ഞു അറിയേണ്ട കാര്യമുണ്ട്. അല്ല, ഇതിനകത്ത് ഈ വാര്യലില് ഒരെണ്ണം കുറവുണ്ടല്ലോ, അതെന്നാ സംഭവം? അതെന്താന്ന് അറിയത്തില്ലയോ? ഈ സ്ത്രീകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? പുരുഷന്മാരുടെ വാര്യൽ വെച്ചാണ്. അതിന്റെ ഗ്യാപ്പാണത്. ഇതാണ് ഇവന്റെ എക്സ്റേ. സംഭവം ഇതിനകത്തുണ്ട്, പക്ഷെ കിട്ടാൻ പ്രയാസമാണ്. ഒരു കൊക്കാപ്പുഴു ആ മാല കഴുത്തലിട്ട് ഷൈൻ ചെയ്ത് നടക്കുകയാണ്. അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല. ഇത്രയൊക്കെ സ്ഥിതിക്ക് മാല എടുത്തല്ലേ പറ്റൂ സാറേ? മാല എടുക്കും, എടുക്കണം. ഇവനേക്കാൾ വലിയവന്റെ വലിയ കേസ് ഞാൻ തെളിയിച്ചിട്ടുള്ളവനാണ്. എങ്ങനെ പ്രശ്നം പരിഹരിക്കും? അതൊക്കെ നിങ്ങൾ കോമഡി അടിച്ചാൽ മതി. കേസ് തെളിയിക്കുന്നതന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റണ്ട. സ്വാമിയേ, എന്നോട് ക്ഷമിക്കണമേ. വാടാ. ചിന്തിക്കണം. എന്ത്? എനിക്ക് ചിന്തിക്കണം. ചിന്തിക്കണോ? അവിടെ നിന്ന് ചിന്തിച്ചോളൂ. അല്ല, എങ്ങനെ ചിന്തിക്കാന്ന് ചിന്തിക്കാന്ന് വെച്ചാൽ അറിയില്ല. ചിന്തിച്ചാൽ മാല കിട്ടുമോ? പിന്നെ അങ്ങനെ എവിടെ നിന്ന് ചിന്തിക്കുന്നു അവിടെ ഞാൻ ലയം. അപ്പൊ അവൻ അവിടെ ചിന്തിക്കും, എനിക്ക് സാധനം കിട്ടും, നിങ്ങൾ സാക്ഷി. അല്ല, അതെ, ഒരു കാര്യം പറഞ്ഞ ചിന്തിക്കാൻ പറ്റില്ല. ഇത് കോമഡി പ്രോഗ്രാം നടക്കുന്നത് ഫ്ലോർ. അത് അവിടെ ചിന്തിച്ചാൽ എന്താ കുഴപ്പമില്ല. ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ പുറത്തു പോയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനെ കൊണ്ട് ചിന്തിപ്പിക്കുക. സ്റ്റേഷൻ സ്ഥലം അവിടെ കൊണ്ടുപോകും. അവിടെ ഒരു പാമ്പ് പോട്ടടാ. അവിടെ പിടിച്ചേക്കാൻ പറ്റുമോ? ഓടാ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോ പുതുമയുള്ള കാഴ്ചകളുമായി വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ.